ഹലോ, ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രിപ്പറേഷനൊക്കെ കിച്ചണിൽ വെച്ച് കഴിഞ്ഞു. അതിനുശേഷം ടേബിളിലേക്ക് എല്ലാം റെഡിയാക്കി വെച്ചു. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ എന്നത്തെയും പോലെ തന്നെ ഒരു ഗ്ലാസ് ചൂട് പതപ്പിച്ച ചായ. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി റെഡിയാക്കിയിരിക്കുന്നത് നല്ല സൂപ്പറായിട്ടുള്ള പുട്ട് തേങ്ങയൊക്കെ കുറച്ച് കൂടുതൽ റെഡിയാക്കിയുള്ള അരിപ്പുട്ടാണ്. പിന്നെ പുട്ടും ബീഫ് കറിയും വളരെ അടിപൊളി സൂപ്പർ കോമ്പിനേഷനാണ് പുട്ടും ബീഫ് കറിയും എന്ന് പറയുന്നത്. ഈ ബീഫെന്ന് പറയുന്നത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നമ്മുടെ തനി നാടൻ ബീഫാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഒരു കപ്പ് ചായയും പിന്നെ പുട്ടും ബീഫ് കറിയും എല്ലാം വളരെ ചൂടോട് കൂടിയിട്ട് വളരെ ഫ്രഷായിട്ട് പ്രിപ്പയർ ചെയ്തതാണ്. അപ്പോൾ സാറ മോള് സ്കൂളിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അവൾ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം അവൾക്കും ഇത് കൊടുക്കും. ഇക്ക ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് ഞാൻ കഴിക്കുകയാണ്. അപ്പം പുട്ടിനെന്ന് പറയുമ്പോഴത്തേനും കുറച്ച് കൂടുതൽ തേങ്ങ ആക്കി ഇടുമ്പോഴത്തേനും പുട്ടിന് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് പുട്ട്, നല്ല അടിപൊളി സോഫ്റ്റ് പുട്ട്. അപ്പം കൂടുതലും ഈ ചിരട്ട കുറ്റിയിലാണ് കൂടുതലും പുട്ട് റെഡിയാക്കുന്നത്. ആ നീണ്ട കുറ്റിയിലുള്ള പുട്ട് റെഡിയാക്കൽ വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര എളുപ്പം ഇതാണ്. ഭയങ്കരമായിട്ട് പുട്ട് റെഡിയാക്കാനായിട്ട് നമുക്ക് ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള, അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറിയും അതുപോലെ തന്നെ പുട്ടും തേങ്ങയും എല്ലാം കൂടെ ചേർത്തിട്ട് നല്ല അടിപൊളി കോമ്പിനേഷനായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നൈസ് പത്തിരി, അപ്പം, ഇടിയപ്പം എല്ലാത്തിനും ഈ ഒരു ബീഫ് കറി കഴിച്ചു. അപ്പോൾ പല ഐറ്റംസിൻ്റെ കൂടെ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന ബീഫ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എന്താണേലും പുട്ടും ബീഫ് കറിയുമായിരുന്നു ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല എരിവിലാണ് ബീഫ് കറി റെഡിയാക്കിയത്. അപ്പോൾ ഗ്രീൻ ചില്ലി ആണെങ്കിലും അതുപോലെ തന്നെ ചില്ലി പൗഡറൊക്കെ ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് ഇട്ടിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറിയായിരുന്നു. അപ്പോൾ അതിലത്തെ തേങ്ങയാണ് ഞാൻ കൂടുതൽ എടുത്തെടുത്ത് കഴിക്കുന്നത്. നല്ലൊരു ടേസ്റ്റ്, നല്ല എരിവുള്ള ബീഫ് കറിയുടെ കൂടെ നല്ല സ്പൈസി ആയിട്ടുള്ള ബീഫ് കറിയുടെ കൂടെ നല്ല ആ ഒരു തേങ്ങയുടെ ആ ഒരു സ്വീറ്റ്നെസ്സും എല്ലാം കൂടെ ചേർന്നിട്ട്. അപ്പോൾ അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഫ്രൂട്ടായിട്ട് കുറച്ച് കിവി കട്ട് ചെയ്ത് കഴിച്ചു. കുറച്ച് പുളിപ്പുള്ള കിവിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് ഗ്രേപ്സ്, ഇത് അത്യാവശ്യം മധുരമുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേപ്സ് ആയിരുന്നു. അപ്പോൾ അതും കഴിച്ചു. അതിനുശേഷം പിന്നീട് ഒരു ലഞ്ചെന്ന് പറഞ്ഞാൽ കാര്യമായിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. സാറായിക്ക് കഞ്ഞിയും ചമ്മന്തിപ്പൊടിയും മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കാര്യമായിട്ട് ഇന്ന് ലഞ്ചിന് കറിയൊന്നും വെച്ചില്ല. അപ്പം മക്കൾക്കും കൂടെ വേണ്ടിയിട്ട് മുട്ട ചിക്കുവാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇത്രയും മുട്ട എടുത്തത്. അപ്പോൾ മുട്ടയിലേക്ക് ഞാൻ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുട്ട ഈ ഒരു രീതിയിൽ കഴിക്കാൻ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് 3-4 മുട്ട ഇട്ടു. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് മാത്രം ഇട്ടിട്ട് മുട്ട ചിക്കി പൊരിച്ചെടുക്കുകയാണ്. അപ്പം ഇത് മക്കൾക്കും ഞാൻ കഴിക്കാൻ കൊടുക്കുകയാണ്. എനിക്ക് ചോറിനും കൂടി ഇതാണ് ഇന്നത്തെ കറി എന്ന് പറയുന്നത്. അപ്പം കുക്കിങ്ങിനായിട്ട് ഞാൻ പ്രത്യേകിച്ച് മക്കൾക്ക് കഞ്ഞിയും ചമ്മന്തിപ്പൊടിയൊക്കെയാണ് അവർക്ക് ഇന്ന് ലഞ്ചിനായിട്ട് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ലഞ്ചെന്ന് പറയുന്നത് ഇന്ന് തട്ടിക്കൂട്ടിയുള്ള ഒരു ലഞ്ചാണ്. എനിക്ക് ഇങ്ങനെ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഉപ്പ് മാത്രം ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ ഈ ഒരു മുട്ട പൊരിച്ചത് ചിക്കി പൊരിച്ച് ചോറിന് കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചൂട് ചോറ് വിളമ്പി. പിന്നെ നമ്മുടെ രാവിലത്തെ ബീഫ് കറി ഉണ്ടല്ലോ, അപ്പോൾ അത് കുറച്ചുണ്ടായിരുന്നു, അതും എടുത്തു. പിന്നെ ചമ്മന്തിപ്പൊടി, പിന്നെ നമ്മുടെ മുട്ട ചിക്കി പൊരിച്ചത്. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള എന്തൊക്കെയോ അച്ചാറ് കാര്യങ്ങൾ എന്തൊക്കെയോ ഉണ്ട്. പക്ഷേ എനിക്ക് വളരെ ലൈറ്റായിട്ട് വളരെ സിമ്പിളായിട്ട് ഈ മുട്ട പൊരിച്ചതും കൂട്ടി വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ഇന്ന് കഴിക്കാൻ തോന്നി. ഒരുപാട് കറികളൊന്നും ഇല്ലാതെ, ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത ഒരു സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ച് കഴിക്കാൻ തോന്നി. അപ്പം എനിക്കിഷ്ടമാണ് ഇങ്ങനെ മുട്ട പൊരിച്ചത്. ഇങ്ങനെ ഒരു ഉള്ളി പോലും ഇടാതെ, ഒരു പച്ചമുളക് ഇടാതെ, ഒരു സവോള ഇടാതെ, ഒരു പെപ്പർ പൗഡറോ ചില്ലി പൗഡറോ ഒന്നും ഇടാതെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഫ്രീ ആയിട്ട് മുട്ട ചിക്കി പൊരിച്ചത് ചോറിന് കൂട്ടി കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എന്നോ ഇങ്ങനെയൊന്നും അല്ല, ഇടയ്ക്ക് ഇങ്ങനെ തോന്നാറുണ്ട്, അപ്പോൾ കഴിക്കാറുണ്ട്. അപ്പോൾ ഞാൻ മുട്ടയുടെ എണ്ണം കുറച്ച് കൂടുതൽ
എടുത്തത്. 2 മക്കൾക്കും മുട്ട ചിക്കി പൊരിച്ചത് കൊടുക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ മക്കൾക്ക് കൊടുക്കാനുള്ളതൊക്കെ മക്കൾക്ക് കൊടുത്തു. അതിനുശേഷം എൻ്റെ ലഞ്ചാണിത്. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. വളരെ സിമ്പിളായിട്ട് എനിക്കിന്ന് അച്ചാറോ അതുപോലെ തന്നെ കേടോ ഒന്നും എടുക്കാനായിട്ട് തോന്നിയില്ല. ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ്, നമുക്ക് ഒരുപാട് ഒന്നുമില്ല, വളരെ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നും. അപ്പോൾ ഇന്നെനിക്ക് ഇങ്ങനെ മുട്ടയൊക്കെ ഇങ്ങനെ ചിക്കി പൊരിച്ച് കുറച്ച് ബീഫ് കറിയൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ കഴിക്കാനാണ് ഇന്ന് തോന്നിയത്. അപ്പോൾ ചോറും അതുപോലെ തന്നെ ബീഫ് കറിയും അതുപോലെ തന്നെ ചമ്മന്തിപ്പൊടിയും മുട്ട നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ട് വെളിച്ചെണ്ണയുടെ ഒരു ഫ്ലേവറോട് കൂടിയിട്ട് ഒരു മുട്ട ഇങ്ങനെ എടുത്തെടുത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. എനിക്ക് എഗ് ഓംലെറ്റും എഗ്ഗിൻ്റെ ഡിഫറെൻറ്റ് രീതിയിൽ ചെയ്യുന്ന ഇഷ്ടമാണ്. ഇടയ്ക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് അധികം കുക്കിങ്ങിലോട്ടൊന്നും അധികം കയറാത്ത ദിവസങ്ങളിൽ ചോറിന് കറിയായിട്ട് ഇങ്ങനെ സിമ്പിളായിട്ട് തട്ടിക്കൂട്ടി ചെയ്യാറുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഉച്ചയൂണ്. അപ്പോൾ ലഞ്ച് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചു. 50-50 നമ്മുടെ ബിസ്ക്കറ്റ്. അപ്പോൾ അതിനുശേഷം കുറച്ച് ബട്ടർ കുക്കീസായിരുന്നു. അപ്പോൾ കുറച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു. അപ്പം ഈവനിങ് ആയപ്പോഴത്തേനും ചായയായിട്ട് കാര്യമായിട്ട് പ്രത്യേകിച്ചൊന്നും വെച്ചില്ല. അപ്പോൾ എന്തൊക്കെയോ ബിസ്ക്കറ്റായിട്ടും കുറച്ച് നട്ട്സൊക്കെ ആയിട്ട് എന്തൊക്കെയോ ചെറിയ രീതിയിൽ സ്നാക്സ് എന്തൊക്കെയോ ചോറുണ്ടതിന് ശേഷം എന്തൊക്കെയോ ലൈറ്റായിട്ട് ചെറുതായിട്ട് കുറയ്ക്കലും കഴിക്കലും ഒക്കെ കഴിഞ്ഞു. അതിന് ശേഷം ഈവനിങ് ആയപ്പോഴത്തേനും ഒരു പൂവൻ പഴം, അപ്പോൾ റെഡ് ഈ പ്രാവശ്യത്തെ പൂവൻ എന്ന് പറയുന്നത് അധികം മുഴുപ്പൊന്നും ഇല്ലാതെ വളരെ ചെറിയ സൈസിലുള്ള പഴം, അപ്പോൾ അത് കഴിച്ചു. അതിനുശേഷം നമ്മൾ ഒന്ന് പുറത്തേക്കൊരു ചെറിയ പർച്ചേസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ഷക്ലാൻ വരെ പോയി. അപ്പോൾ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേനും ഉപ്പിലിട്ട 1-2 ഐറ്റംസ്, ഒരു പൈനാപ്പിളും അതുപോലെ തന്നെ മാങ്ങ ഉപ്പിലിട്ടതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കടവത്തൂർ റെസ്റ്റോറൻറ്റിൽ വരുമ്പോഴത്തേനും അപ്പോൾ എൻട്രൻസിൻ്റെ അവിടെയായിട്ട് ഉപ്പിലിട്ട ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട ഐറ്റംസൊക്കെ വാങ്ങി കഴിക്കും. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഉപ്പിലിട്ട ഐറ്റംസൊക്കെ കഴിച്ചതിന് ശേഷം ഇതെന്ന് പറയുന്നത് ചിക്കൻ കൽമാസാണ്. അപ്പോൾ വളരെ സ്പൈസി, പുറമേ നല്ല സ്പൈസി ആയിട്ട് ഉള്ളിൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ സ്റ്റഫിങ് ഒക്കെ വെച്ചിട്ട് ഭയങ്കര ഒരു ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ അങ്ങോട്ടൊന്നും ചിക്കൻ കൽമാസ് അത്ര ഫെമിലിയർ ആയിട്ടുള്ള ഒരു പലഹാരമല്ല. പിന്നെ ഇവിടുത്തെ ഈവനിങ് സ്നാക്സൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ പരിപ്പുവട, പിന്നെ എനിക്ക് ഇന്ന് രാവിലെ പാൽച്ചായ കുടിച്ചതുകൊണ്ട് പാൽച്ചായ കുടിക്കാനായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ ഒരു ബ്ലാക്ക് ടീ ആണ് വാങ്ങിച്ചത്. അപ്പോൾ നമ്മളിപ്പം ഡീറ്റെയിൽഡായിട്ട് ഫുഡ് കഴിക്കാനല്ല, വെറുതെ ഈവനിങ് ഒരു ടീ ആൻഡ് സ്നാക്ക് എന്നുള്ള രീതിയിൽ കഴിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പുവടയും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൽമാസ്, പിന്നെ നമ്മൾ ചായയുടെ കൂടെ തന്നെ നമ്മൾ കഴിക്കാൻ വാങ്ങിക്കുന്നത് നമ്മുടെ പിടിയും ബീഫും ഉണ്ടല്ലോ, അത്. അപ്പോൾ എന്നും ഇവിടെ പിടിയും ബീഫും ഉണ്ട്, പക്ഷേ എന്നത്തതിലും ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നി. ഒരുപാട് ഇഷ്ടപ്പെട്ടു പിടിയും ബീഫും. അപ്പോൾ നമുക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് നമ്മൾ ഒരു ബൗളും കൂടി വീണ്ടും അത് ഓർഡർ ചെയ്തു. അങ്ങനെ വളരെ ലൈറ്റായിട്ടുള്ള ഒരു ടീ ആൻഡ് സ്നാക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് കടവത്തൂർ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ഏരിയയിലൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള തിക്കിടിയും ബീഫും ഉണ്ട്. അപ്പം അത് കഴിക്കുന്നത് പോലെ തന്നെയാണ് ഇന്നത്തെ പിടിയും ബീഫും കഴിച്ചപ്പോഴത്തേനും എനിക്ക് തോന്നിയത്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തേത് കഴിച്ചു, ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇന്നത്തെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ബൗളും കൂടി പിടിയും ബീഫും ഓർഡർ ചെയ്തു. നല്ല ചൂട് കടിഞ്ചായയും അതുപോലെ തന്നെ നല്ല സ്പൈസി ആയിട്ടുള്ള ബീഫും പിടിയും എല്ലാം കൂടെ ചേർന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഈവനിങ് സ്നാക്ക് എന്നൊക്കെ പറയുന്നത് നമുക്ക് സെലക്റ്റീവായിട്ട് കുറച്ച് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിക്കാറുണ്ട്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം വീട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷം 2 ഉണ്ണിയപ്പം, ഇത് കഴിഞ്ഞ ദിവസം ഇക്ക പുറത്തെങ്ങാണ്ടോ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഇന്നലെ കൊണ്ടുവന്നതാണ്. അപ്പോൾ അത്
ഞാൻ കഴിച്ചു. പിന്നെ നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത് എന്താണ്, സിമ്പിളായിട്ടുള്ള ഡിന്നറായിരുന്നു. അപ്പോൾ പുട്ട്, രാവിലെ പുട്ട് പഴവും കൂട്ടിയാണ് കഴിച്ചത്. അപ്പോൾ അതാ ചൂട് പുട്ടും, രാവിലെ പുട്ടെന്ന് പറയുന്നത് കറിയും കൂട്ടിയാണ് കഴിച്ചത്. അപ്പോൾ രാത്രി ആയപ്പോഴത്തേനും പുട്ടും അതുപോലെ തന്നെ പഴവും, അപ്പോൾ പുട്ടും പഴവും കൂട്ടിയിട്ട് രാത്രി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഒരു സിമ്പിൾ തട്ടിക്കൂട്ട് ലഞ്ചും ഈവനിങ് സ്നാക്കും ടീയും അതുപോലെ തന്നെ ഒരു സിമ്പിളായിട്ടുള്ള ഡിന്നറും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ അടുത്ത വീഡിയോ അല്ലെങ്കിൽ അടുത്ത വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കട്ടെ. അപ്പോൾ ഇത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.